വാർത്തകൾ തുടരുന്നു. നിയമസഭകളിലും പാർലമെന്റിലും 50% വനിതാ സംവരണം നടപ്പാക്കുന്നതിന് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എതിരാണെന്ന് എം പി രാജേഷ് എം പി പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDSന്റെ 14ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭകളിലും പാർലമെന്റിലും മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ വനിതാ പ്രാതിനിധ്യം ഇന്ത്യയിലില്ല. എന്നാൽ കേരളത്തിൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം ഉള്ളത്. ഇതിനായി കുടുംബശ്രീയും സ്ത്രീ ശാക്തീകരണവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും എം പി രാജേഷ് എം പി പറഞ്ഞു. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സ്ത്രീ മുന്നേറ്റം നമുക്ക് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഭയങ്കര ചെറുത്തുനിൽപ്പാണ് വരുന്നത്. സ്ത്രീ സംവരണ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയപ്പോൾ എന്തെല്ലാം കോലാഹലം ഉണ്ടായി എന്നുള്ളത് നിങ്ങളൊക്കെ TV-യിലൂടെയും പത്രത്തിലൂടെയും കണ്ടിട്ടുണ്ടാവും. ബാല്യ സംഘർഷവും ബഹളമൊക്കെ ഉണ്ടായി. പുരുഷന്മാരായിട്ടുള്ള MP-മാർ ഒരു കാരണവശാലും ഇത് പാസ്സാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കടലാസ് കീറി വലിച്ചെറിയ മാത്രമല്ല, അവിടുത്തെ ഗ്ലാസൊക്കെ തല്ലിപ്പൊട്ടിച്ചു. ലോക്സഭയിൽ ഒരു മുതിർന്ന നേതാവ്, വളരെ ഉന്നതനായ ഒരു മുതിർന്ന നേതാവ് പ്രസംഗിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തതാണ്. രാജ്യസഭയിൽ പാസ്സാക്കിയ ബില്ലെങ്ങാനും, ഏത് ബില്ല്? സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാനുള്ള ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നാൽ ഈ സഭയുടെ നടുത്തളത്തിൽ ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്നാണ് പ്രഖ്യാപിച്ചത്. സംവരണം വന്നു. അതും സ്ത്രീ മുന്നേറ്റത്തിന് സഹായകരമായി മാറി. പ്രാദേശിക തലത്തിലെ സ്ത്രീ മുന്നേറ്റത്തെ സഹായിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബശ്രീ, മറ്റൊന്ന് സ്ത്രീ സംവരണം. മൂന്നാമത്തെ കാര്യം തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പിൽ പ്രധാനമായിട്ടും സ്ത്രീകളാണ് പണിയെടുക്കുന്നത്. ഇത് മൂന്നും വന്നതിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകിച്ച് കുടുംബശ്രീയും തൊഴിലുറപ്പും വന്നപ്പോൾ ഉണ്ടായൊരു ഗുണം, സാമൂഹികമായിട്ട് സ്ത്രീകളെ പൊതുരംഗത്ത് എത്തിച്ചു എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടും അവരെ ശക്തിപ്പെടുത്തി. സ്വന്തമായി വരുമാനം ആർജിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് സ്ത്രീയുടെ പദവി അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നും കുടുംബശ്രീയും തൊഴിലുറപ്പും സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഉന്നതിയിലെത്തിക്കാൻ സഹായിച്ചതെന്നും എം പി രാജേഷ് എം പി കൂട്ടിച്ചേർത്തു. ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സവിത അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ കെ രാജിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS അബ്ദുൽ ഖാദർ കുടുംബശ്രീയെ സഹായിച്ച ധനകാര്യ സ്ഥാപനങ്ങളെ അനുമോദിച്ചു. മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള സമ്മാന വിതരണം PS അബ്ദുൽ ഖാദർ നിർവഹിച്ചു. കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള മാച്ചിംഗ് ഗ്രാന്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TC രാധയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്കുള്ള ധനസഹായം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CN സത്യനും വിതരണം ചെയ്തു. P അരവിന്ദാക്ഷൻ, K സുബ്രഹ്മണ്യൻ, CN ഷാജു ശങ്കർ, MK ദ്വാരകാനാഥൻ, PS സുഭദ്ര, M സുകുമാരൻ, MC ബാലൻ, ഉഷാറാണി. തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. കേരള ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്രാജ്യത്വ താൽപര്യം സംരക്ഷിക്കാനാണ് രാജ്യത്തെ ഭരണാധികാരികൾക്ക് താൽപര്യം. ഇത് മനസ്സിലാക്കി രാഷ്ട്രീയത്തിനതീതമായി സംഘടിതമായ ഒരു ചെറുത്തുനിൽപ്പാണ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതെന്നും CK രാജേന്ദ്രൻ പറഞ്ഞു. മറ്റു സങ്കുചിതമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് സാമാന്യ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണാൻ കഴിയുമ്പോൾ മാത്രമേ ഭരണകൂടത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ പറ്റൂ. ഭരണകൂടത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇന്ത്യയിലെ ഭരണകൂടം കുത്തക മുതലാളിമാർക്ക് നേതൃത്വമുള്ള ഭരണകൂടമാണ്. M ഹംസ ML അധ്യക്ഷത വഹിച്ചു. V വേണുഗോപാൽ, A ഷാജഹാൻ, T വീരാൻ, K ഭാസ്കരൻ, P രാജീവ്, P ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുണ്ടൂർ ചെറുപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. സംസ്ഥാന പാതയിലെ താഴെമാങ്ങോടിന് സമീപം കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചു. കാർ ഓടിച്ചിരുന്ന വെളിനേഴ് സ്വദേശി ഗോപിക്ക് അപകടത്തിൽ പരിക്കേറ്റു. സംസ്ഥാന പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ താഴെമാങ്ങോടിന് സമീപത്ത് വച്ച് ശനിയാഴ്ച 11 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ചെർപ്പളശ്ശേരിയിൽ നിന്നും തിരുവാഴിയോട് ഭാഗത്തേക്ക് പാറപ്പൊടി കയറ്റിവരുന്ന ടിപ്പർ ലോറിയും വെള്ളിനേഴിൽ നിന്നും ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന മാരുതി വേഗണാർ കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ടിപ്പർ ലോറി റോഡിന്റെ മധ്യഭാഗത്തായി മറിയുകയും ചെയ്തു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ആളെ പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ ഏകദേശം 1 മണിക്കൂറിലധികം ഗതാഗതം സ്തംഭിച്ചു.
കഴിഞ്ഞ മാസമാണ് അപകടം നടന്ന പ്രദേശത്തിന്റെ 100 മീറ്റർ അകലെ ബൈക്ക് അപകടം സംഭവിക്കുകയും ബൈക്ക് യാത്രികൻ മരിക്കുകയും ചെയ്തത്. പാതയുടെ നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ തിരുവാഴിയോട് മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ള പ്രദേശങ്ങളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവാഴിയോട് മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ള 9 കിലോമീറ്റർ ദൂരത്തിനിടയിൽ അപകടകരമായ 10-ലധികം കൊടും വളവുകളാണുള്ളത്. മാത്രമല്ല പാതയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല. പാതയിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും അധികൃതർ അതിനെതിരെ മൗനം പാലിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്.